ഇന്നത്തെ നമ്മുടെ കല്യാണങ്ങളിൽ അവരുടെ വൈറൽ എൻട്രികളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫേസ്ബുക്ക് എടുക്കുകയാണെങ്കിലും ഇൻസ്റ്റ എടുക്കുകയാണെങ്കിലും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ എടുക്കുകയാണെങ്കിലും ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ ഒക്കെ എൻട്രി എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് ലൈക്കും ഷെയറൊക്കെ വന്നിട്ട് അങ്ങനെ കത്തി കയറും. കാരണം എന്താ, അതിഗംഭീരമായിരിക്കും ഈ എൻട്രി എന്ന് പറയുന്നത്. ഇപ്പോൾ സ്മോക്ക് നമ്മൾ ഗ്രൂമിൻ്റെയും ബ്രൈഡലിൻ്റെയും ഒക്കെ കൈ പിടിച്ച് അവർ പാത്ത് വേയിൽ കൂടെ നടന്നു വരുന്ന സമയമുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഈ ക്ലൗഡിൻ്റെ മേലൊക്കെ നിൽക്കുന്ന അതിലൂടെ ക്ലൗഡിൻ്റെ ഉള്ളിലൂടെ നടന്നു വരുന്ന ഒരു ഫീലാണ് ഉണ്ടാകുന്നത്. ഞാനൊരു ഈവൻ പ്ലാനർ ആയതുകൊണ്ട് പറയല്ല, ഈ കാണികൾക്കിടയിൽ നിന്ന് നമ്മൾ നോക്കി അതിനെ കാണുമ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു അത്ഭുതമാണ് അത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെയാണ് ലക്ഷറി കാറിൻ്റെ എൻട്രി. ഈ ബ്രൈഡലും ഗ്രൂമൊക്കെ വരുമ്പോൾ ലക്ഷറി കാറിലായിരിക്കും വരാം. അപ്പോൾ അതിൻ്റെ മുന്നിലായിട്ട് കുറേ കാറുകൾ, അതിൻ്റെ നടുക്ക് ഒരു ലക്ഷറി കാറ്, അതിൻ്റെ ബാക്കിലും ഒരുപാട് കാറുകൾ, എന്നിട്ട് ഇവരിങ്ങനെ ലൈനായിട്ട് വരും. ഇതിലൊക്കെ വലിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സോഷ്യൽ മീഡിയ വീഡിയോഗ്രാഫേഴ്സ് അത് കറക്റ്റായിട്ട് ആ ഒരു മൊമെൻറ്റിനെ എടുക്കുന്നു എന്നുള്ളതാണ് സംഭവം. ആ പ്രോഗ്രാമൊക്കെ നന്നായിട്ട് നടക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു കവറേജ്, ആ എഡിറ്റിങ്ങിലൂടെ നടത്തുന്ന ഒരു സാധനം, അത് ഭയങ്കര കത്തികയറലാണ്. പണ്ടത്തെ കല്യാണം എന്ന് പറയുന്നത് ഫുഡ് കഴിച്ച് പോവുക എന്നുള്ളത് മാത്രമാണ്. ഫുഡ് കഴിക്കുക, ബ്രൈഡലിനെ കാണാം, ഗ്രൂമിനെ കാണാം, ഒക്കെ കഴിഞ്ഞ് ടാറ്റ ബൈ എന്നൊക്കെ പറഞ്ഞ് പോരാണ്. ഇന്നിപ്പോൾ അതല്ല. ഇപ്പോൾ ബ്രൈഡ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ അവിടെ അവർ ഇരിക്കുകയാണ് ഫാമിലീസ്. എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രൈഡലിൻ്റെ ഗ്രൂമിൻ്റെ എൻട്രി കാണാൻ വേണ്ടിയിട്ട്. അത് എത്ര മണിക്കൂറോളായാലും അത് അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് കാണുക എന്നുള്ളതാണ് പറയാനുള്ളത്. അത്രയും ആളുകൾക്കിടയിലും കുടുംബക്കാർക്കിടയിലൊക്കെ ആ ഒരു എൻട്രി മൊമെൻറ്റ് ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്.